യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ 41 മുതൽ 43 വരെയുള്ള വചനങ്ങൾ വായിക്കാം. വചനത്തിൽ ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്: മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങളെന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ജെറൂസലം ദേവാലയ ഗോപുരമുകളിൽ താഴേക്ക് ചാടാനാണ് യേശുവിനുണ്ടാവുന്ന രണ്ടാമത്തെ പ്രലോഭനം. തിരുവചനം മുദ്രിച്ചാണ് പ്രലോഭകൻ എങ്ങനെ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. കാലുകൾ കല്ലിൽ തട്ടാതിരിക്കാൻ ദൈവം മാലാഖമാരെ നിയമിച്ചു കൊള്ളും എന്ന സങ്കീർത്തന വചനമൊക്കെ സാത്താൻ മനഃപ്പാഠമാക്കി വെച്ചിരിക്കുകയാണ്. ആളുകൾ കാണുകയും അങ്ങനെ ചെയ്താൽ യേശു പ്രശസ്തമാകുമെന്നും ദൈവരാജ്യ പ്രഘോഷത്തിന് അത് വളരെ ഗുണകരമാകുമെന്നൊക്കെയാണ് സാത്താൻ്റെ ന്യായവാദം. ദേവാലയ ഗോപുരം ഔന്നത്യത്തിൻ്റെയും ദൈവമനുഷ്യൻ്റെ സമാഗമനത്തിൻ്റെയും അടയാളമാണ്. മണ്ണിനെയും വിണ്ണിനെയും കൂട്ടിയണക്കുന്ന കണ്ണി പോലെ ആകാശത്തിന് ഭൂമിക്ക് മതി തലയുയർത്തി നിൽക്കുന്ന മഹാഗോപുരങ്ങൾ ദൈവമഹത്വം വിളിച്ചോതുന്നു. അതിന് മുകളിൽ കയറ്റി നിർത്തിയാണ് പ്രലോഭകൻ്റെ രണ്ടാമത്തെ പരീക്ഷണം. ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാനുള്ള പ്രേരണ ദൈവികമായ ഔന്നത്യം കൈവിട്ട് മണ്ണിലേക്ക് താഴാനുള്ള പ്രലോഭനം കൂടിയാണത്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന മറുപടിയിലൂടെ തൻ്റെ ദൈവത്വം പ്രലോഭകനെ അനുസ്മരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും കൃത്യമായ ഉത്തരം അത് ദൈവം ചെയ്തു, യേശു ചെയ്തു. ആവശ്യങ്ങളുടെ ശ്രേണി എന്ന പേരിൽ അബ്രഹാം മസ്ലോ എന്ന മനഃശാസ്ത്രജ്ഞൻ്റെതായി പ്രശസ്തമായ ഒരു സിദ്ധാന്തമുണ്ട്. ഇതനുസരിച്ച് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ആഹാരം, വസ്ത്രം തുടങ്ങിയ പ്രാഥമിക കാര്യങ്ങളാണ്. ഇവ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള പാർപ്പിടം, ജോലി, സമ്പാദ്യം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധ അങ്ങോട്ട് നീങ്ങും. പിന്നത്തെ കാര്യം എന്താണ്? അംഗീകാരവും പ്രശസ്തിയും നേടാൻ അഭിനിവേശം ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോ സ്റ്റെപ്പാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ കൂടെ അവൻ ജീവിതം നിന്നുപോയി. ഇങ്ങനെ ഒന്ന് നേടിക്കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന തരത്തിൽ നിലയ്ക്കാത്ത ആഗ്രഹങ്ങളുടെ വേലിയേറ്റത്തിലാണ് മനുഷ്യ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് മസ്ലോവിൻ്റെ നിഗമനം. നമുക്കറിയാം ഇത് കറക്റ്റാണ്. കാരണം മരിക്കാൻ കിടക്കുകയാണെന്ന് ബോധ്യമുണ്ടായാൽ പോലും അദ്ദേഹത്തിന് മറ്റൊരു ആഗ്രഹം ഉണ്ടാവാം. ഏറ്റവും അടുത്ത ആ സ്ഥലം കൂടി കരസ്ഥമാക്കണം, അല്ലെങ്കിൽ ഇവിടെ പോയി കാണണം, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പറ്റിച്ച് എന്തെങ്കിലും നമുക്ക് സ്വന്തമാക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുടെ വേലിയേറ്റമാണ് മനുഷ്യ മനസ്സെന്നുള്ളത്. പ്രശസ്തി നേടാനുള്ള ആഗ്രഹം അതുകൊണ്ട് തന്നെ മനുഷ്യ സഹജമാണ്. അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഈ ഭൂലോകത്ത് മനുഷ്യനായിട്ടുണ്ടാവില്ല. പ്രോത്സാഹനങ്ങൾ, കയ്യടിയുമൊക്കെ മറ്റുള്ളവർക്ക് നിർലോഭം നൽകുന്നത് നന്മയുടെ പോഷണത്തിനും വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. അംഗീകാരങ്ങൾ ലഭിക്കുന്നത് വ്യക്തി വളർച്ചയ്ക്ക് ഉതകുകയും ചെയ്യും, അതൊരു സത്യമാണ്, നമുക്കറിയാം. എന്നാൽ നന്മ ചെയ്യുന്നത് പേരും പ്രശസ്തിയും മാത്രം ലക്ഷ്യം വെച്ചാവുന്നത് അപകടകരമാണ്. അത് വളരെ ഡേഞ്ചറസ് ആയുള്ളൊരു സിറ്റുവേഷനാണ്. അലക്സാണ്ടർ ചക്രവർത്തിയും നെപ്പോളിയനുമൊക്കെ ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിത്തിരിച്ചത് കീർത്തി നേടാൻ ഉദ്ദേശിച്ചാണ്. അല്ലാതെ എന്താണ് അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു അമ്മച്ചി ചോറും കറിയും വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോരാനായിട്ടൊന്നല്ല അവിടെ വെട്ടിപ്പിടിച്ചത്. ഇനി വെട്ടിപ്പിടിച്ചിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒന്നുമില്ല. കീർത്തി, പ്രശസ്തി നേടാൻ സാധിക്കും. പേരും പ്രശസ്തിയും നേടാനുള്ള ചിലരുടെ ദുർബുദ്ധിയിൽ നിന്നാണ് ലോകമഹായുധങ്ങൾ പോലും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഞാൻ അതിൻ്റെ വ്യക്തികളും പേരുകളൊക്കെ പറഞ്ഞാൽ അത് വേറെ വിഷയമായിട്ട് മാറും, അതിലേക്ക് പോകുന്നില്ല. ഇന്ന് ലോകത്തെ അപകടകരമായ വിധം യുദ്ധത്തിൻ്റെ വിളിമ്പി നിർത്തുന്നത് തങ്ങൾക്ക് പേരെടുക്കാനുള്ള ചില രാഷ്ട്രത്തലവന്മാരുടെ ദുരാഗ്രഹങ്ങളാണ്. അതാണ് സത്യം.
ഭരണകാലത്ത് തങ്ങളുടെ പേരുകൾ കഴിയുന്നത്ര ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്താനാണ് പല ഭരണാധികാരികളും മത്സരബുദ്ധിയെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജനാധിപത്യ സമ്പ്രദായമുള്ള ദേശങ്ങളിൽ ഭരണകാലഘട്ടം അവസാനിക്കാറാവുന്ന നാളുകളിൽ ഈ പ്രവണത വളരെ പ്രകടമാണ്. ഓരോരുത്തരും അവനവൻ്റെ കർമ്മം മണ്ഡലത്തിൽ ചെറുതോ വലുതോ ആയ രീതിയിൽ അറിയപ്പെടാനും കയ്യടി നേടാനും പരിശ്രമിക്കാറുണ്ടെന്ന് നിഷേധിക്കാനാവില്ല. സോഷ്യൽ മീഡിയയിൽ ലൈക്കുകൾ നേടാനും പരിശ്രമിക്കുന്നവർ മുതലങ്ങോട്ട് ആരും ഈ കാര്യത്തിൽ അത്ര പിന്നോട്ടുള്ള അംഗീകാരം കൊതിക്കുന്ന പ്രാഞ്ചിയേട്ടന്മാർ മനുഷ്യനായി പിറന്ന എല്ലാവരിലും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. കീഴ്പ്പെടുത്താൻ ഏറെ പ്രയാസമുള്ള പ്രലോഭനത്തിൽ ആത്മീയ ഗുരുക്കന്മാർ പോലും അറിയാതെ വീണുപോയേക്കാം. പലരുടെയും കയ്യടിയും പ്രീതിയും നേടാൻ പല വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് മനുഷ്യൻ തയ്യാറാവാറുണ്ട്. തമ്പുരാനിലേക്ക് ആളുകളെ നയിക്കേണ്ടതിന് പകരം തങ്ങളെ തന്നെ ദൈവമനുഷ്യനായി ഉയർത്തിക്കാട്ടി ചുറ്റും ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുമ്പോഴും ആത്മീയതയുടെ ഉത്തംഗ ശൃംഗങ്ങളിൽ വ്യാപരിക്കുന്ന പലരും താഴേക്ക് ചാടുക തന്നെയാണ് ചെയ്യുന്നത്. ഈശോ പരീക്ഷണത്തിൽ വിജയിച്ചെങ്കിലും ഈശോയുടെ ഫോളോവേഴ്സ് പലരും ആ പരീക്ഷണങ്ങളിൽ തോൽക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ ദൈവകരങ്ങളിലെ വെറുമൊരു ഉപകരണം മാത്രമാണെന്ന് വിസ്മരിച്ച് കേവലം പേരും പ്രശസ്തിയും മാത്രം ലക്ഷ്യമിട്ട് ഉപവിപ്രവർത്തനങ്ങൾക്ക് ആത്മീയ ശുശ്രൂഷകരോ ഇറങ്ങിത്തിരിക്കുന്നവരും തങ്ങൾ പോലും അറിയാതെ രണ്ടാമത്തെ പ്രലോഭനത്തിന് അടിമപ്പെട്ടു പോകുന്നവരാണ്. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. അംഗീകാരങ്ങൾ തേടി പോകേണ്ടവയല്ല, ദൈവനിശ്ചയപ്രകാരം തക്ക സമയത്ത് വന്നു ചേരേണ്ടതാണ്. അതിന് തേടിപ്പോയി നമ്മൾ മറ്റൊന്നവിടെ ഒരു പ്രത്യേകത അവിടെ ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. തൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകുന്നവരുടെ ജീവിതങ്ങൾക്ക് അംഗീകാരം മുദ്രവെക്കേണ്ട ദൈവത്തിൻ്റെ കടമയാണ്. പിതാവായ ദൈവമാണ് തൻ്റെ മേൽ അംഗീകാരം മുദ്രവെച്ചിരിക്കുന്നത് യേശു പ്രസ്താവിച്ചിരുന്നു. മനുഷ്യരിൽ ഇന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല എന്ന് അവിടുന്ന് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ 5:41, യോഹന്നാൻ്റെ 6:27 പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനുഷ്യരിൽ നിന്ന് മഹത്വം സ്വീകരിക്കുന്നില്ല, ഞാൻ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്ന് ആശീർവദിച്ചുകൊണ്ട് പിതാവ് പുത്രൻ്റെ ജീവിത വിശുദ്ധിയെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യോഹന്നാൻ 12:28 പറയുന്നുണ്ട്. ഇന്ന് ഓശാന വിളിച്ച് പ്രശംസിക്കുന്ന മനുഷ്യർ തന്നെ നാളെ കുരിശിലേറ്റാൻ ആക്രോശിച്ചേക്കാം. അതുകൊണ്ട് മനുഷ്യരുടെ അംഗീകാരത്തിനോ പുകഴ്ത്തലുകൾക്കോ നിന്നു കൊടുക്കാതെ സ്വർഗീയ പിതാവിൻ്റെ അംഗീകാരം മാത്രം കാക്ഷിക്കുകയാണ് അഭിലഷണീയമായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ വളർച്ചയുടെ അളവുകോല് തന്നെയാണ്. അംഗീകാരം ലഭിക്കാൻ കുറുക്കുവഴികൾ നേടാനുള്ള പ്രലോഭനത്തിനെതിരെ എപ്പോഴും നമ്മളെല്ലാവരും തന്നെ കരുതലുള്ളവരായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. നമ്മളെ ഗൈഡ് ചെയ്യുന്നത് കർത്താവിനെ ഗൈഡ് ചെയ്ത് അല്ലെങ്കിൽ കർത്താവിനെ പരീക്ഷിക്കാൻ വന്ന സാത്താൻ തന്നെ ആയിരിക്കും ചെയ്യും. നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ദൈവവചനത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ആ വചനങ്ങൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ, ജീവിതത്തിൻ്റെ സിസ്റ്റം മാറ്റി കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരുപാട് ദുരനുഭവങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും പലരും നമ്മളെ കുറ്റപ്പെടുത്തും, പലരും നമ്മളെ ചവിട്ടിത്താഴ്ത്തും, പലരും നമ്മളറിയാത്ത കാര്യങ്ങൾ പോലും നമ്മളെ പറ്റി പറയും. പറയുമുള്ളവരെ, ഇതെല്ലാം ദൈവസന്നിധിയിൽ ദൈവസ്നേഹത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കുക, സമർപ്പിച്ചു കൊടുക്കുക. ഞാൻ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിയട്ടും കേട്ടിട്ടും പോലാത്ത കാര്യങ്ങൾ ഒരുപാട് കേൾക്കാനായിട്ട് ഞാനത് കേൾക്കുമ്പോൾ ആദ്യം നോക്കി എന്തിനെങ്ങനെ. അപ്പം ഞാൻ വചനത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതങ്ങനെയേ വരൂ. അതിന് ദൈവത്തിന് വിട്ടുകൊടുക്കുക. അപ്പോൾ ഈശോ സർവശക്തനായ നമ്മുടെ ദൈവം നമുക്ക് വേണ്ട സമയത്ത് അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകും. അതുകൊണ്ട് മറ്റുള്ള വാക്കുകൾ, നമുക്ക് ലഭിക്കാതെ പോകുന്ന പ്രശസ്തിയോ മറ്റുള്ള വാക്കുകളോ ഒന്നും തന്നെ നമുക്ക് വിലക്കെടുക്കണ്ട. ദൈവം
നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ഞാൻ നീതിമാനാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് ഒരു വ്യക്തിയുടെയും പ്രശസ്തിയും അല്ലെങ്കിൽ വലിയ വലിയ വാക്കുകളും നമുക്ക് വേണ്ടതായിട്ട് വരുന്നില്ല. നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആത്മീയ ഗുരുക്കന്മാർ പോലും അറിയാതെ ഇത്തരത്തിലുള്ള ഭൗതികമായ പ്രലോഭനങ്ങളിൽ വീണു പോകുന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആദ്യമെല്ലാം അവരിൽ എന്താ പറയുക, ആത്മീയത അത്രയും തഴച്ചുളർന്ന അവർ പോലും ഇത്തരം പ്രലോഭനങ്ങൾ വീണു പോയി പിന്നെ അവർക്ക് അവിടുന്ന് തിരിച്ചു ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മൾ എപ്പോഴും തിരുവചനവുമായിട്ട് ഒരു അഭേദ്യ ബന്ധം സൂക്ഷിക്കുക, കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മൾ ചെന്ന് വീഴില്ല. നമ്മുടെ ഈശോ നമ്മുടെ കരങ്ങളിൽ പിടിച്ച് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കാം. യേശുവേ, പ്രലോഭനങ്ങളിൽ വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവെ, പ്രശസ്തിക്ക് വേണ്ടിയല്ല, നിൻ്റെ തിരുവചനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ.